welcome back to my YouTube channel. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാണ്. ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് ദ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ഒരു നാഷണൽ പാർക്കാണ്. കാരണം ഇതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അതിൻ്റെ ഭാഗമാക്കിയിട്ടാണ് ഉള്ളത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ ബ്ലൂയിഷ് സ്മോക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല, പ്രകൃതിൻ്റെ ഒരു ഇതെന്ന് വേണം പറയാനായിട്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് വന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കറിയില്ല, ശരിക്കും ഫീൽ ചെയ്ത് തന്നെ അറിയണം. അത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിലെ പോകുന്ന ആ ഒരു ബ്ലൂയിഷ് സ്മോക്കാണ് ഇവിടുത്തെ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് ടെന്നീസേ സ്റ്റേറ്റിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് ഉള്ളത്. ഈ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം ഉള്ളത്. എന്താ പറയുക, അത്രയും നല്ലൊരു വ്യൂ ആണ് ഗൈസ്. എനിക്ക് അത്രേ വേറൊന്നും പറയാനില്ല, ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ദിസ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മോർണിംഗ് എണീച്ച് റെഡിയെല്ലായി. 6:30 6:30 ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളിനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. നല്ല ക്ഷീണോടായി. ഉണ്ട് ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയത് എങ്ങനെ ഒന്ന് മോർണിംഗ് വെതർ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. കോഫി കൊടുത്തിട്ട് ചെറുതായിട്ട് മഴയുണ്ട്, ചാറ്റൽ മഴയുണ്ട്, നല്ല വൈബാണ്. പക്ഷെ മഴയത്ത് ഇങ്ങനെ ചൂട് വണ്ടിയുടെ പാർക്ക്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് 3 വീണ്ടും സ്വാഗതം. സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ്. നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടു, നാഷ്വിൽ നിന്ന് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ടെന്നസി സ്റ്റേറ്റിൽ തന്നെയുള്ള ദ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് കാണാനായിട്ടാണ് ഗൈസ് ഇനി പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വെതറൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു, ക്ലൗഡിയും ചെറിയ മഴയൊക്കെ ആയിട്ടുള്ളൊരു വെതർ തന്നെയായിരുന്നു ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വെതറിലുള്ള ഒരു ഡ്രൈവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ഡ്രൈവ് ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് നമുക്ക് മൗണ്ടെയ്ൻസും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുതലേ നമുക്ക് കാണുന്ന ഈ മൗണ്ടെയിൻ റീജിയനൊക്കെ സദേൺ ആപ്പലാച്ചൻ മൗണ്ടെയിൻ റീജിയൻസിൽ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ദ ഗ്രേറ്റ് ആപ്പലാച്ചൻ മൗണ്ടെയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. അതായത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മൗണ്ടെയിൻ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്.
ഗൈസ് ഇപ്പം അങ്ങനെ സമയം 10:15 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ച് ഇവിടെ നിർത്തിയതാണ്. ക്രോസ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ബക്കീസിൽ കയറാമെന്ന് വിചാരിച്ചു. ബക്കീസ് എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് ട്രാവൽ എന്താ പറയുക ഒരു അട്രാക്ഷനാണ്. നമുക്കൊരു റെസ്റ്റ് സ്റ്റോപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണിത്. നമ്മളെപ്പോഴും കയറണമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റോപ്പായിരുന്നു, പക്ഷേ ഇതുവരെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡിൻ്റെ കാര്യത്തിലായാലും വേറെ എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് എല്ലാം കിട്ടും, എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഇവരെല്ലാം ചൂടായിട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാണുമ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കാൻ തോന്നും ഫുഡൊക്കെ ആണെങ്കിൽ. പിന്നെ ഇവിടുത്തെ റെസ്റ്റ് റൂംസിനെ പറ്റി എന്തായാലും പറയണം ഗൈസ്. അടിപൊളി റെസ്റ്റ് റൂംസ് ആണ് ഇവിടെ ഉള്ളത്. വെരി ക്ലീൻ ആൻഡ് അടിപൊളിയാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് 2 റോൾസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടെ നിന്ന് വിടുവാണ് ഗൈസ്. ഇതിന് ശേഷം അങ്ങോട്ട് പിന്നെ ഫുൾ സീനിക് ഡ്രൈവ് തന്നെയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രൈവ്. ഗൈസ് ഇപ്പം അങ്ങനെ സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ നോക്സ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു സൺസ്ഫിയർ ഉണ്ടല്ലോ സൈഡിൽ നമുക്ക് കാണുന്നില്ലേ, അത് തന്നെയാണ് ഈ ഒരു സിറ്റീൻ്റെ ഫേമസ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ഇതിലൂടെ ഒഴുകുന്നത് ടെനസി റിവർ ആണ് ഗൈസ്.
സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഗാറ്റ്ലിൻബർഗിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുവാണിപ്പോൾ. നമ്മളങ്ങനെ സ്മോക്കി മൗണ്ടെയ്ൻസിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അമേരിക്കാസ് മോസ്റ്റ് വിസിറ്റഡ് നാഷണൽ പാർക്കാണ് ഗൈസ് ഇത്. മോർ ദാൻ 12 മില്യൺ റിക്രിയേഷണൽ വിസിറ്റ്സ് ആണ് ലാസ്റ്റ് ഇയർ ഒക്കെ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കേൻ്റെ മോസ്റ്റ് വിസിറ്റഡ് നാഷണൽ പാർക്കായിട്ട് മാറിയിരിക്കുകയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ശരിക്കും നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ സമയം ഇപ്പോൾ 3:40 ആയിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞ്. നമ്മൾ അങ്ങനെ ഇനി നേരെ നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എവിടെയാണ് ഗൈസ് നമ്മൾ റൂം ഇന്നത്തെ സ്റ്റേ. എന്താ പറയുക, ഇതും ഒരു വേറെ തന്നെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഉള്ളത്. ഇതാണ് നമ്മുടെ റൂം. ശരിക്കും നമുക്ക് പുറത്തേക്ക് ഡയറക്റ്റ് ആക്സസ് പോലെയാണ് ഇതുള്ളത്. നമുക്ക് മുമ്പിൽ തന്നെ നമുക്ക് വണ്ടി വെക്കാൻ പറ്റും നേരെ, അങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിനി സ്മോക്കി മൗണ്ടെയ്ൻസ് കാണണ്ടേ ഗൈസ്. ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയപ്പോൾ സമയം ഇപ്പോൾ 4:15 ആയിട്ടുണ്ട്. നമ്മളിനി നേരെ ടോപ്പിലേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പിലായിട്ടുള്ള അതിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. നമ്മൾ സ്മോക്കി മൗണ്ടെയ്ൻസിലൂടെയുള്ള ട്രിപ്പിലാണിപ്പോൾ. നല്ല രസമാണ്, വൈബ് ഭയങ്കര ഇഷ്ടമായി. ഈ പാർക്കിനകത്ത് മോർ ദാൻ 3500 പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ബയോഡൈവേഴ്സിറ്റി ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാക്കി മാറ്റിയത്. പിന്നെ നമുക്കറിയാത്തൊരു ഫാക്റ്റും കൂടിയുണ്ട്. 31 സ്പീഷീസ് ഓഫ് സാലമാൻഡേഴ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ വേറെ എവിടെയും അത്രയും സ്പീഷീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സാലമാൻഡർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഈ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ്. നമ്മളിപ്പോൾ ടോപ്പിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ 10 to 20 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ടെമ്പറേച്ചർ ഉള്ളത്. ഇവിടെ നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നറിയില്ല ഗൈസ്. കാരണം എല്ലാ പോയിന്റിലെത്തുമ്പോഴും നമുക്ക് നിർത്താൻ തോന്നും. അത്രയ്ക്കും സീനിക് സ്പോട്ട്സ് ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിർത്തിയതായിരുന്നു. ഭയങ്കര അടിപൊളിയാണ്. എല്ലാ സ്പോട്ട്സിലും നമുക്ക് ഇതുപോലെ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ നിന്നേ നമുക്ക് ആ ബ്ലൂയിഷ് സ്മോക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സ്മോക്കി മൗണ്ടെയ്ൻസിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്മോക്കി മൗണ്ടെയ്ൻസ് എന്നുള്ള പേര് വന്നത് എന്ന് നമ്മൾ ആലോചിക്കൂലേ ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ബ്ലൂയിഷ് സ്മോക്ക് കാരണമാണ് ആ ഒരു പേര് വന്നത്. ഈ ഒരു സ്മോക്ക് ബ്ലൂ ആൻഡ് ഹേസി ആവാനുള്ള കാരണം ഈ ഒരു ഫോറസ്റ്റ് റിലീസ് ചെയ്യുന്ന നാച്ചുറൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുമല്ലോ, അതും പിന്നെ മോയ്സ്ചറും കൂടി കലർന്നിട്ടാണ് ഇതൊരു ബ്ലൂയിഷ് സ്മോക്കായിട്ട് മാറിയത്.
പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ബ്ലാക്ക് ബെയർസ് തന്നെയാണ് ഗൈസ്. കാരണം സ്മോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ബ്ലാക്ക് ബെയർസ് തന്നെയായിരിക്കും ഗൈസ്. ഈ ഒരു ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്കിൽ ഒരു ലാർജ് പോപ്പുലേഷൻ ഓഫ് അമേരിക്കൻ ബ്ലാക്ക് ബെയർസ് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കാണാൻ പറ്റുന്നത് ഗ്യാരണ്ടീഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. പക്ഷെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ 2 ദിവസം ഉണ്ടല്ലോ. പിന്നെ അത് നാച്ചുറലി ഷൈ ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. അതൊക്കെ ഇവർ നേരത്തെ പറയുന്നുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ. ഇപ്പോൾ മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബാക്കിലോട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ബ്ലൂയിഷ് സ്മോക്ക് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പ് പോയിന്റ് ആയിട്ടുള്ള ന്യൂ ഫൗണ്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എഴുതി കണ്ട പോലെ തന്നെ നോർത്ത് കരോലീന സ്റ്റേറ്റിൻ്റെയും ടെനസി സ്റ്റേറ്റിൻ്റെയും ബോർഡറാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ നോർത്ത് കരോലീന സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ താഴേന്ന് 5046 ഫീറ്റ് മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂ ഫൗണ്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ആ ഒരു എലിവേഷനിലാണ് ഉള്ളത്. ആൻഡ് സറൗണ്ടഡ് ബൈ ദ ബ്യൂട്ടിഫുൾ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ്. നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോയിന്റിലേക്ക് തന്നെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ വന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. താഴത്തെ നമ്മുടെ ഗാറ്റ്ലിൻബർഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തണുപ്പ് കൂടുതലാണ് ഈ ഒരു പോയിന്റിൽ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ടോപ്പിലേക്ക് എത്തുമ്പോൾ എന്തായാലും വെതർ കണ്ടീഷനും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഭയങ്കര ഡ്രമാറ്റിക് ആണ്. ഒരു ടൈമിൽ ഇപ്പോൾ മഴയാണെങ്കിൽ പെട്ടെന്ന് മഴ മാറും. അങ്ങനെ ഇവിടെ രാത്രി കരടി വരും ഗൈസ്. ഇപ്പോൾ ഫുഡെല്ലാം നമ്മളിപ്പോൾ വണ്ടിയിൽ വെച്ചാൽ അത് വന്നിട്ട് എടുത്തിട്ട് പോവും. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം നമ്മൾ സേഫായിട്ടിരിക്കണം. ഫുഡൊന്നും വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. എല്ലാം നമ്മൾ റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്താണെങ്കിൽ എടുത്തിട്ട് പോവാം. അങ്ങനെ വണ്ടിയിലൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും താഴെ ഗാറ്റ്ലിൻബർഗ് റൂമിൻ്റെ അവിടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയൊരു ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ താഴെ ഗാറ്റ്ലിൻബർഗ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ സിറ്റി, ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് നമ്മൾ വന്നതാണ്. സമയം ഇപ്പോൾ 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈവനിങ് ഇവിടെ വേറെ തന്നെ വൈബാണ് ഗൈസ്. താഴെ സിറ്റിയിൽ വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ. ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഗാറ്റ്ലിൻബർഗ് സിറ്റി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പല കാഴ്ചകളൊക്കെയാണിത്.
ഗേറ്റ് വേ ടു ദ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് എന്നാണ് ഈ ഗാറ്റ്ലിൻബർഗ് സിറ്റീനെ പറയുന്നത്. കാരണം ഇതാണ് അല്ലോ ആ ഒരു ബേസ് ടൗൺ. നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് പോകണമെങ്കിലും നമ്മുടെ ഫസ്റ്റ് ബേസ് ടൗൺ എന്ന് പറയുന്നത് ഈ ഗാറ്റ്ലിൻബർഗ് ആണ്. ഈ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അട്രാക്ഷൻസ്, മൗണ്ടെയിൻ അഡ്വഞ്ചേഴ്സ് അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. ഈവനിങ്സ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതിലൂടെയുള്ള വാക്കും എല്ലാം കൂടി ഒരു അടിപൊളി വൈബാണ് ഈ ഒരു പ്ലേസിൽ. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ക്യാൻഡീസിൻ്റെ ഒരു ക്യാൻഡി ഷോപ്പ് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ച് ഇവിടെ വന്നതാണ്. സമയം അങ്ങനെ ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട് ഗൈസ്. നൈറ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ മൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ നമുക്കിതുപോലെ ഫ്രീ ബസ് സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റിയിലുടനീളം ഇങ്ങനത്തെ ഫ്രീ സർവീസ് ഉണ്ട് ബസ്സസ്. ഇത് ശരിക്കും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ഈ ഒരു സിറ്റിയിൽ എവിടെയാണെങ്കിലും നമുക്ക് എവിടെ എത്തണ്ടേന്ന് വെച്ചാൽ ഇവർ നമ്മളെ അവിടെ കൊണ്ടുവിടും. നമ്മൾ കയറുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റോപ്പിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുൾ ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബാക്കി സ്മോക്കിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ വേഗം തന്നെ വരും. ഇനി ഇവിടുത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഗൈസ്.